ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വളരെ എളുപ്പത്തിലൊരു മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പം പച്ചമാങ്ങയുടെ സീസണും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവം കൂടിയാണ് ഈ അച്ചാർ. വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇതിലെന്തൊക്കെ വിടുന്നോ ആദ്യം കാണിച്ചു തരാം. ഇതിനൊരു 4-5 മാങ്ങ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. അത്ര ചെറുതല്ല, എന്നാലും ഇടത്തരം ഒരു ക്യൂബ്സ് കണ്ടോ ഇങ്ങനെ അരിഞ്ഞേക്കുന്നതാണ്. പിന്നെ വേണ്ടത് പച്ചമുളക് ഒരു 3-6 അരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് വട്ടത്തിലാണ് അരിഞ്ഞേക്കണത്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണം, അതൊരു ചെറിയ കഷ്ണം പൊടിപ്പൊടിയായി അരിഞ്ഞേക്കണതാണ്. പിന്നെ വെളുത്തുള്ളി ഒരു 10 അല്ലി എടുത്തിട്ടുണ്ട്, അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞേക്കുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് ജസ്റ്റ് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് ഒന്ന് കല്ലുകൊണ്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതൊരു 1/2 ടീസ്പൂണോളം ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് എല്ലാ പൊടികളെല്ലാം ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് നമുക്ക് ഒരുമിച്ചിടാം. ഇത് വേറെ വേറെ ഇടാൻ നിൽക്കണ്ട. ഞാനിപ്പോൾ ഈ ഉലുവ വറുത്ത് പിടിച്ച് വെച്ചേക്കണ ഇതിലോട്ട് തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ കായം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പോലെയാണ്. എന്നിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് ഒറ്റടിക്ക് ഇട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ അളവ് എത്രയൊക്കെ ഇട്ടതെന്നുള്ളത് കാണിച്ചു തരാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇടണം. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കേട്ടോ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും ഇതെല്ലാം ഒരുമിച്ച് ഇടാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് നല്ലെണ്ണ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. കൂടുതലും നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുന്നത്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ അച്ചാർ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണം. ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ആദ്യം മാറണം. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറ്റിയിട്ട് നമുക്ക് അതിലോട്ട് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത് 2 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് ചൂടുവരി എടുക്കണം. ഈ മാങ്ങയുടെ ഇതൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. 2 മിനിറ്റ് ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ വെക്കുക. മാങ്ങ ഒന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് വാടിയിട്ടുണ്ട്. ഇത് നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പൊടികളൊക്കെ അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിന് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം വേഗം ഇങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് വേഗം അരിഞ്ഞും പിടിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം അച്ചാർ. പിന്നെ പൊടിയായിട്ടാണ് അരിയണമെങ്കിൽ ഇപ്പോൾ ഈ 2 മിനിറ്റ് നമ്മൾ വെച്ചതുപോലെ ഒന്നും വെക്കേണ്ടി വരില്ല. എന്നുവെച്ചാൽ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്തുടയും. ഞാനിപ്പോൾ ഈ 2 മിനിറ്റിനെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ണമായിട്ടാണ് ഞാനൊന്ന് അരിഞ്ഞിട്ടേക്കുന്നത് തന്നെ. അതാണ് ഞാൻ വെച്ചത്. നമ്മൾ ചെറുതായിട്ട് പൊടി അരിഞ്ഞതെങ്കിൽ ഇത്ര പോലും സമയം എടുക്കില്ല. പൊടി അരിയെടുക്കുമ്പോൾ കുറേ നേരം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതുപോലെ വലിയ കഷ്ണമൊക്കെ ഇട്ടത്. അതുമല്ല വലിയ കഷ്ണമാകുമ്പോൾ കഴിക്കാനും ഒരു രസമായിരിക്കും. നമുക്ക് അധികം നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കണ്ട. ഇത് നമുക്കിപ്പോൾ തന്നെ അത് ഓഫാക്കും. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കത് ഓഫാക്കാം കേട്ടോ. ഒരിത്തിരി കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. അപ്പോൾ കറക്റ്റാണ്. നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫാക്കിയിട്ട് വിനാഗിരി ഇട്ട് കൊടുക്കാം. ഞാനിതിലോട്ട് വിനാഗിരി ഇട്ട് കൊടുക്കണേ. വിനാഗിരി ഒരു 3-4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ഇതേപോലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടമുള്ള ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് വിനാഗിരി ഇടണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇത് ഗ്യാസിൽ തന്നെ വെക്കണമെന്നില്ല, അത് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഗ്യാസിൽ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നും കൂടി കുഴഞ്ഞു പോകും മാങ്ങ. അതുകൊണ്ട് നമുക്ക് ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ് മാങ്ങ അച്ചാർ. ഇപ്പോൾ മാങ്ങയുടെ സീസണായിട്ട് നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.